വ്യൂവേഴ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഉള്ളിയും മുളകും കൊണ്ടുള്ള ഒരു പ്രത്യേക തരം ഡിഷാണ്. ഇത് പ്രത്യേക തരമെന്ന് പറയേണ്ട കാര്യമില്ല, ഇത് എല്ലാവർക്കും അറിയാവുന്നൊരു ഡിഷാണ്. എങ്കിലും ഞാനിത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു റിക്വസ്റ്റ് വന്നു ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഈ ഡിഷ് ഞാൻ ചെയ്ത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് 2 സവോളയാണ്. കൊച്ചുള്ളിയാണ് ഏറ്റവും അടിപൊളി, എങ്കിലും ഞാൻ സവോളയാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഞാൻ സാധാരണ ഉണ്ടാക്കുന്നത് സവോള കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നു അതാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 2 സവോള എടുത്തിട്ടുണ്ട്. അത് തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ കൊത്തി കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് നല്ലോണം ഉടച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ചേർക്കുന്നത് കുറച്ച് വിനാഗിരിയാണ്. വിനാഗിരിയും ചേർത്ത് നല്ലോണം കുഴച്ച് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ പിഴുപുളി ചേർത്ത് കൊടുക്കാം. പിഴുപുളി ചേർത്താൽ അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ പിഴുപുളി ചേർത്താൽ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിഴുപുളി ചേർത്താൽ ഒന്നുകൂടി അടിപൊളിയാണ്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം കുഴച്ച് കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് കുഴച്ച് കൊടുക്കുന്നത് വെച്ചാൽ കുഴച്ചിലാണ് ഇതിൻ്റെ രുചി ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലോണം കുഴക്കുക. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഈ മുളക് നനച്ചതിൻ്റെ ഹൈലൈറ്റ് സാധനം മുളക് പൊടിയാണെന്നറിയാമല്ലോ. അപ്പോൾ മുളക് പൊടി ചേർത്ത് നല്ലോണം കുഴച്ച് കൊടുക്കുക. നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ കൈ നല്ല ശരി കൂട്ടലായിരിക്കും കേട്ടോ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അടിപൊളിയായിട്ട് ഉള്ളി മുളക് നനച്ചേക്കുണ്ടെങ്കിൽ കൈ കൊണ്ട് തന്നെ കുഴക്കണം. അപ്പോൾ ഞാൻ ആദ്യം നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. എല്ലാം സൂപ്പറായിട്ട് ഇങ്ങനെ ചേരുന്ന രീതിയിൽ കുഴച്ചെടുക്കുക. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. പഴഞ്ചോറിൻ്റെ കൂടെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയും കഴിക്കാൻ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ വേറൊരു കറിയും വേണ്ട. ഇതും കൂട്ടി തിന്നാം, സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇത് ഞാൻ ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ എനിക്കൊരു റിക്വസ്റ്റ് വന്നതുകൊണ്ടാണ് ഇപ്പം നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ, സീ യു.